ആലിക്കുട്ടി ഉസ്താദ് എന്നെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ ജാമിയ നൂരിയയിൽ പഠിച്ച ആളല്ല. പക്ഷേ ജാമിയ നൂരിയയുടെ സമ്മേളനങ്ങളിൽ എന്തെങ്കിലും ചെറിയ ഒരു 10 മിനിറ്റൊക്കെ പ്രസംഗിക്കാൻ ഈ വിനീതന് അനുവാദം കിട്ടിയത് എന്റെ ഉസ്താദിന്റെ പ്രാർത്ഥനയും പൊരുത്തവുമാണെന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കണം. അത്രയും വലിയ വിജ്ഞാന പ്രഭ നിറഞ്ഞ ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിന്റെ അമരക്കാരനായി വർഷങ്ങളോളം സേവനം ചെയ്ത ഖിദ്മത്ത് ചെയ്ത മഹാനാണ് ബഹുമാനപ്പെട്ട ഷേഖുന ആലിക്കുട്ടി ഉസ്താദ് അവർകൾ. എല്ലാവരും ഉസ്താദ് വഫാത്തായി കിടന്ന ഉസ്താദിന്റെ മുഖത്തിന്റെ ഫോട്ടോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ചപ്പോൾ എല്ലാവർക്കും അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഇത്ര ചിരിക്കാൻ എങ്ങനെയാണ് ഒരു മയ്യത്തിന് പറ്റുക എന്ന്. പക്ഷേ എനിക്കതിൽ യാതൊരുവിധ അത്ഭുതവും ഉണ്ടായില്ല. കാരണം എന്താ, എനിക്ക് ഉറപ്പായിരുന്നു ബഹുമാനപ്പെട്ട എന്റെ ഉസ്താദ് അവർകൾ അങ്ങനെ തന്നെയാണ് മരിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം എന്താ, ഒരിക്കല് കാസർഗോഡ് ഞാൻ പ്രഭാഷണം കഴിഞ്ഞ് മാലിക് ദീനാറിൽ ഉസ്താദ് ഉണ്ടെന്ന് ഉസ്താദിനോടൊപ്പം നിഴല് പോലെ നടന്ന ഉസ്മാൻ ഫൈസി വിളിച്ചു പറഞ്ഞപ്പോ, എന്നാ ഉസ്താദിനെ കണ്ടിട്ട് 1:30 മണിക്കാണ് ട്രെയിൻ, ഉസ്താദിനെ കണ്ടിട്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകാനോ എന്ന് പറഞ്ഞ് മാലിക് ദീനാർ പള്ളിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇവിടുത്തെ ഈ സ്ഥാപനത്തിലെ ഉസ്താദുമാർ ആലോചിക്കണം, ഈ ശബ്ദം ശ്രവിക്കുന്ന ഉലമാക്കൾ ചിന്തിക്കണം. ആ പാതിരാത്രി 12:30 മണിക്ക് ബഹുമാനപ്പെട്ട ഷേഖുന ആലിക്കുട്ടി ഉസ്താദ് ഉറങ്ങുകയാണെന്ന് കരുതി ഉസ്താദിന്റെ റൂമിലേക്ക് ഞാൻ ചെല്ലുമ്പോൾ ഉറങ്ങാനുള്ള വിരിപ്പിലിരുന്നുകൊണ്ട് ഉസ്താദ് അദ്കാറുകൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, ഈ പാതിരാത്രിയും ചൊല്ലണോ ഉസ്താദ് എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറയാ, ഇന്ന് ചൊല്ലി തീർക്കേണ്ടത് ഇന്ന് തന്നെ തീർത്തില്ലെങ്കിൽ നാളെ അത് നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റാത്ത വിധം കൂടിപ്പോകും. അതുകൊണ്ട് ഇന്ന് ചൊല്ലേണ്ടതിന് ഇന്ന് തീർക്കാൻ വേണ്ടിയിട്ട് ഞാനത് അതിലേക്ക് ഇരുന്നതാണ്. മോൻ വന്നിരുന്നു, കുട്ടി എന്നാണ് വിളിക്കുക, കുട്ടി വന്നിരുന്നു എന്ന് പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചു. വീട്ടിൽ ഒരു ദിവസം ഉസ്താദ് വന്ന് താമസിച്ചു. സൗകര്യങ്ങളും സംവിധാനങ്ങളും കുറവാണെങ്കിലും ഉസ്താദിനെ കെയർ ചെയ്യാൻ വേണ്ടി ഞാൻ പരിശ്രമിച്ചപ്പോ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഉസ്താദിന്റെ നിറകണ്ണുകളോടുകൂടിയുള്ള പ്രാർത്ഥന. അന്ന് ഉസ്താദിന്റെ കാലിൽ ഒരു ചെരുപ്പുണ്ടായിരുന്നു. സമസ്തയുടെ ബഹുമാനപ്പെട്ട സെക്രട്ടറിക്ക് ഒരു ചെരുപ്പ് വേണമെന്ന് പറഞ്ഞാൽ വാങ്ങിക്കൊടുക്കാനാണോ കേരളത്തിലും ഗൾഫിലും ആളില്ലാത്തത്? പക്ഷെ ഉസ്താദ് ആ ചെരുപ്പിൽ എന്തോ നനഞ്ഞിട്ട് ചെറിയൊരു പ്രശ്നം വന്നിരുന്നു. അപ്പോ ഞാൻ ഉസ്മാൻ ഫൈസിയോട് പറഞ്ഞു, നല്ലൊരു ഷൂ ഇരിപ്പുണ്ട്, എനിക്കൊരു അല്പം വലുതായതുകൊണ്ട് ഞാൻ ധരിച്ചിട്ടില്ല, പക്ഷെ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ ഉസ്താദിന് കൊടുക്കലാണ് എനിക്ക് താല്പര്യം. ഉസ്താദ് വാങ്ങുമോ സ്വീകരിക്കുമോ എന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ആ ഷൂ കൊണ്ടുവന്ന് ഉസ്താദിനേക്ക് കൊടുത്തപ്പോ എത്ര സന്തോഷം. നമ്മൾ ആലോചിച്ച് നോക്കുക, തിരുവനന്തപുരം ജില്ലയുടെ ചിറയൻകീഴിന്റെ ഒരു മൂലയ്ക്ക് കിടക്കുന്ന ഈ പാവപ്പെട്ടവൻ ഉസ്താദ് എന്ന് പറയുന്ന വിശാലമായ അറബി സാഹിത്യ രംഗത്ത് ഏറ്റവും മികവുറ്റ പ്രബന്ധവും പ്രഭാഷണവും പ്രബോധനവും നടത്തിയ മഹാനാണ്. എത്രയോ രാജ്യങ്ങളിൽ ഇന്ത്യക്കകത്തും പുറത്തുമായി സഞ്ചരിച്ച് ഇസ്ലാമിന്റെ ഫിഖ്ഹി നിയമങ്ങളെ, അഖീദകളെ, ആദർശങ്ങളെ, ഈമാനിക വിശ്വാസ സരണികളെ വ്യക്തമായി അവിടുത്തെ ഭാഷയിൽ വിശദീകരിച്ചു കൊടുത്തവരാണ് ബഹുമാനപ്പെട്ടവര്. അതിന് ഏറ്റവും പ്രാപ്തിയുള്ളവരാണ്. ആ പ്രിയപ്പെട്ടവർ ആ ചെരുപ്പ് വാങ്ങി അന്നു മുതൽ ധരിക്കുകയും കൂടെ പോകുന്ന ഉസ്മാൻ ഫൈസി ഉസ്താദ് ആ ചെരുപ്പിട്ടുകൊണ്ട് ഉസ്താദ് സ്റ്റേജിലിരിക്കുമ്പോൾ എനിക്ക് ഫോട്ടോ എടുത്തേക്കും, ബാക്കവി നിങ്ങൾ വലിയ ഭാഗ്യവാനാണ്, ഉസ്താദ് അത് മാറ്റിയിട്ടില്ല, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ് ഉസ്താദ് ധരിക്കുന്നത് എന്ന് എന്നോട് വിളിച്ചു പറഞ്ഞ ഓർമ്മകൾ എന്റെ മനസ്സിൽ വല്ലാതെയുണ്ട്. ഉസ്താദിനോടൊപ്പം അജ്മീർ പോയിട്ടുണ്ട്, ഉസ്താദിനോടൊത്ത് മദീനത്ത് പോയിട്ടുണ്ട്, ഉസ്താദിനോടൊത്ത് സൗറിൽ ഇരുന്ന് കരഞ്ഞു ദുആ ചെയ്തിട്ടുണ്ട്, ഉസ്താദിനോടൊത്ത് ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്. ആ യാത്രകളിലൊന്നും തീരാത്ത പറഞ്ഞാൽ മതിയാവാത്ത ആയിരക്കണക്കിന് അനുഭൂതി നിറഞ്ഞ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് ഈ സ്ഥാപനം ഒരു അറിവിന്റെ കൊട്ടാരമായതുകൊണ്ട് അറിവിന്റെ മഹാവിസ്മയം ഹൃദയത്തിൽ ചേർത്ത് വെച്ച പ്രിയപ്പെട്ട ഷേഖ് അവറുകൾക്ക് വേണ്ടി, ഷേഖുൽ ജാമിയക്ക് വേണ്ടി ഈ സ്ഥാപനത്തിൽ ഇരുന്നുകൊണ്ട് ദുആ ചെയ്യുകയാണ്. കരുണക്കടലായ രാജസയ്യിദായ പടച്ചവനെ, നമ്മുടെ ഈ മക്കളുടെ ആമീന്റെ ബറക്കത്ത് കൊണ്ട് ഉസ്താദിനെ ദറജ ഉയർത്തി കൊടുക്കണേ അല്ലാഹുവേ. ഈ സ്വലാത്ത് മജ്ലിസിന്റെ പവിത്രത കൊണ്ട് ഉസ്താദിന്റെ ഖബറിടം നീ ഏറ്റവും വിശാലമായ, സുന്ദരമായ, ഭംഗിയുള്ള, അലങ്കരിച്ച സ്വർഗത്തിന്റെ ഒരു പർദീസയാക്കി നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.